ഒരു ചായക്കട സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് ഹിറ്റ് ആക്കുക എന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരുപാട് ചായപ്പീടി ഉണ്ടാവും. അതുപോലെ തന്നെ ഹിറ്റ് ആക്കുന്ന നല്ല പ്രോഫിറ്റ് റവന്യൂ നല്ല ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇതിനുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഇതിന്റെ പിറകിലുള്ള ഒരു ഒന്ന് രണ്ട് സീക്രറ്റ്സ് ഞാൻ എന്താക്കാം ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സോ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഒരു ബിഗിനർ ആണ്, ഒരു ചായപ്പീടിയിലേക്ക് അല്ലെങ്കിൽ ചായപ്പീടിയ പോലത്തെ ചെറിയ ചെറിയ ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്താക്കാം കമന്റ് ചെയ്യാം. അത് ഇതിന്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ നമുക്ക് നേരെ എന്താക്കാം വീഡിയോയിലോട്ട് പോവാം. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒക്കെ ഒരു ചായപ്പീടി ഉണ്ടാവും. ഈ ചായപ്പീടിയ എന്ന് വെച്ചാൽ ചിലപ്പം ട്രെൻഡ് അതായത് ബ്രാൻഡ് ബേസ്ഡ് ഇപ്പൊ ചായ്വാല പോലെ നല്ല ബ്രാൻഡ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ചെയ്യുന്ന എന്തുണ്ട് ഒരുപാട് ചായക്കടകളുണ്ട്. സോ നിങ്ങളൊരു ചായപ്പീടിയ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ചായപ്പീടിയ മാത്രം പറയാൻ കാരണം നിങ്ങൾ ഇത് വെച്ചിട്ട് മറ്റേത് ബിസിനസ് ഫസ്റ്റ് ഏത് ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെ ഏതൊരു പീടിയാണെങ്കിലും അതിനെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും കുറച്ചുകൂടിയും ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടിയും റെലവൻസ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉള്ളതും ട്രഡീഷണൽ ബിസിനസ് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഗ്രോത്ത് കുറഞ്ഞതുമാണ്. പക്ഷേ ഞാൻ പറയുന്നു ട്രഡീഷണൽ ബിസിനസ് ഫ്രാഞ്ചൈസി മോഡലിൽ ചെയ്തിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെ ലോങ് ടേമിലേക്ക് ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരുപാട് സ്മൂച്ചോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സൈൻ ലബാൻ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി മോഡലിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങളെ ബിസിനസ് ഒരു ചായപ്പീട ആണെങ്കിൽ പോലും നിങ്ങളൊരു ചെറിയൊരു നാട്ടിൽ ചെറിയൊരു ചായപ്പീട ഇടാതെ അതിനെ മറിച്ച് നിങ്ങൾ എന്താക്കുക ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. സോ അതിനൊരു എക്സാമ്പിൾ ചെയ്യേണ്ട ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ചായപ്പീട ആയിക്കോട്ടെ എന്ത് പീട ആയിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ ചായക്കട എടുക്കാം. നിങ്ങളൊരു ചായക്കട ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിങ്ങളെ കസ്റ്റമേഴ്സിനെ റിട്ടൻഷൻ നിങ്ങൾ കൂട്ടണം. അഥവാ ഒരു വട്ടം ചായ കുടിച്ച ഒരാള് റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സർവീസ് ക്വാളിറ്റി എന്തായാലും അടിപൊളിയായിരിക്കണം. സർവീസ് ക്വാളിറ്റി അടിപൊളി അല്ല എന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ വരുന്ന അല്ലെങ്കിൽ റിട്ടൻഷൻ അവിടെ എന്താവില്ല കൂടൂല എന്നുള്ള. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൊടുക്കുന്ന ചായപ്പീടിയ ട്രഡീഷണൽ ബിസിനസ്സിന് ആ ഒരു സറൗണ്ടിങ്സ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മളെ ഓഡിയൻസ്. അപ്പൊ അവര് മാക്സിമം കുടിച്ചു പോകാനുള്ള സാധ്യത നമ്മൾ ബിൽഡ് ചെയ്യണമെന്ന സാരം. രണ്ടാമത്തെ കാര്യം ഇതിനെ ബ്രാൻഡ് ചെയ്യുക. ഇതിനെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സർവീസ് ക്വാളിറ്റിയെ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റണം, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങളെ ചായ അടിപൊളിയാണെന്ന് മറ്റൊരാൾ പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് നാലാളെ അറിയിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റലി നിങ്ങൾക്ക് എന്താക്കുക അതിനെ മൊത്തത്തിൽ വിസിബിലിറ്റി കൊടുക്കുക എന്നുള്ള. അതിന് സോഷ്യൽ മീഡിയ പേജസ് വേണം, സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളെ ജേർണി ഡോക്യുമെന്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുക, അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്സ്, കസ്റ്റമേഴ്സിന്റെ ഓരോ പ്രശ്നങ്ങളും അവരെ റിലേറ്റ് ചെയ്യുന്ന നിങ്ങളെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന നിങ്ങളെ ബ്രാൻഡിനെ കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും സംഭവം, നിങ്ങളെ ബ്രാൻഡ് നൈസ്ലി അവിടെ എന്താവും ബിൽഡായി വരും. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് നിങ്ങൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ബ്രാഞ്ച് എന്താക്കാം തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളെ ബ്രാൻഡ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ചായ്വാലന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇനീഷ്യലി ഒരൊറ്റ സ്ഥലത്ത് നിന്ന് പിന്നെ മൾട്ടിപ്പിൾ സ്ഥലത്തേക്ക് എന്താക്കിയതാണ് എക്സ്പാൻഡ് ചെയ്ത് വന്നതാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ ബിസിനസ്സിനെ എന്താക്കാൻ വേണ്ടി പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഈവൻ ഇപ്പം ചായക്കട വരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഏത് ബിസിനസ്സും നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെറും ഒരു ചെറിയൊരു ട്രഡീഷണൽ ബിസിനസ് ആക്കി മാറ്റരുത്. അതിനൊരു സ്റ്റാർട്ടപ്പിന്റെ വിഷനില് ഒരു കൃത്യമായ പാറ്റേണില് പ്ലാനില് ബ്രാൻഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഫ്രാഞ്ചൈസി മോഡലിലൊക്കെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങളൊരു ചായപ്പീടി ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏത് ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു ലക്ഷ്യം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് എന്താക്കാൻ വേണ്ടി പറ്റും, നല്ല ഗ്രോത്ത് ഫുൾ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും.